ഉമ്മ നിർബന്ധിക്കണം ഞാൻ പഠിക്കാൻ പോകാം എന്നും രാവിലെ തീരുമാനിച്ചു. ഏത് കോഴ്സിനാണ് ചേരേണ്ടത് എന്ന് രാവിലെ അവൻ്റെ ചോദ്യം. അപ്പൊ ആങ്ങളാരൊക്കെ പഠിച്ച കോഴ്സ് തന്നെ ആയിക്കോട്ടെ, അതിനേക്കാൾ പൈസ ഉണ്ടാക്കാൻ പറ്റിയ കോഴ്സ് ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ അതെന്നോ തിരഞ്ഞെടുത്തു. എല്ലാ ആങ്ങളാരും നല്ല ശില്പികളായിരുന്നു. ലെബനോൻ കുന്നിന്റെ ചെരുവിൽ മനോഹരമായ ശില്പങ്ങൾ ഉണ്ടാക്കി വിൽക്കും. ടൂറിസ്റ്റുകൾ ഇഷ്ടം പോലെ വരും, അവരത് വാങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ വലിയ വലിയ പണങ്ങളുമായി ഒരു തിരിച്ചു വരും. നല്ല ശില്പികളുടെ മുമ്പിൽ പഠിക്കാൻ പോയി, ഏറ്റവും മിടുക്കനായ ശില്പിയായി. ഇപ്പൊ ടൂറിസ്റ്റുകൾക്ക് ഇവനാണ് സാധനം വിൽക്കല്, അല്ലാത്ത പൈസക്കാരനായി. അത് കഴിഞ്ഞ് അവന്റെ കുട്ടി വിദ്യാഭ്യാസം ചെയ്യണമെന്നത് ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പോഴാണ് നാട്ടിൽ കാർഷിക വിപ്ലവത്തിന്റെ സമയമായത്. ശിലായുഗം കഴിഞ്ഞു ഒരു കാലല്ലേ, നിങ്ങൾ സ്കൂൾ പോയത് വെറുതായിരുന്നു. ശിലായുഗം എന്നൊരു കാലല്ലേ, അത് കഴിഞ്ഞിട്ടുണ്ടായതാണ് ഏത് കാർഷിക വിപ്ലവത്തിന്റെ കാലം. ആ സമയം എത്തിയപ്പോൾ വല്ലാത്ത ഡിമാൻഡാണ് കർഷകർക്ക്. അല്ല, കർഷകർ രാത്രി വൈകുന്നേരം വരെ നെല്ല് ഉഴുത് മറിക്കും. പാടത്തോ പറമ്പിലോ വീണ് ചത്താൽ അടുത്ത ആള് പേര് ഊരിനെ കൊണ്ടുപോകാനുണ്ടാകും. മനുഷ്യനൊരു വിലയില്ല. അന്ന് വിലയുള്ളത് മിക്കവാറും മൂരിക്കാണ്, കാളക്കാണ്. കാളനെ ചികിത്സിക്കാൻ പഠിച്ചാൽ എല്ലാ മുതലാളിയും കാളനീട്ടയുടെ വരും. മനുഷ്യൻ തിന്നുപകരണം താഴ്ന്ന ജാതിക്കാരൻ. ഒന്നോർത്താൽ മാടും കയർപ്പും അവകളോടൊന്നായി വെറ്റയെ നാം ഗണിച്ചാൽ പോത്തേന്ന് വിളിച്ചാൽ പോത്തേക്ക് ദേഷ്യം പിടിക്കും. അത്രയും മോശമാണ് താഴ്ന്ന ജാതികള്. കാരണം ഇവര് തിന്നാനേ പറ്റൂ, പോത്തണത്തിന് പറ്റും, ഉഴുതാൻ പറ്റും. പോത്തിന് തീറ്റ കൊടുക്കണം എന്ന് യജമാനൻ തീരുമാനിക്കുന്നത് പോത്തിനോട് ഉപകാരം ഉണ്ടായില്ല. ഈ ചങ്ങായി തിന്നാലോ നഷ്ടാണ്. അതുകൊണ്ട് ഇവനെ ഒരു വിലയില്ലാത്തൊരു കാലം അക്കാലത്ത് കാർഷിക വിപ്ലവത്തിന്റെ സമയത്ത് നാക്കാലിക്കല്ല വിലയുണ്ട്. നാക്കാലിനെ ചികിത്സിക്കുന്ന വെറ്റിനറി ഡോക്ടർക്കോ എൻ്റെ മക്കളെ വേഗം ഞാൻ പഠിപ്പിച്ചു, മൃഗത്തെ ചികിത്സിക്കുന്ന ഡോക്ടറായി. വലിയ വലിയ തോട്ടം മുതലാളിമാര്, എന്താ പറയാ, ജന്മിമാര് വന്ന് ക്യൂ നിൽക്കും പോത്തിനെയായിട്ട്. എടാ നമ്മളെ പറഞ്ഞ മുമ്പിൽ ചികിത്സിച്ചു കൊടുത്താൽ നല്ല നല്ല പൈസയും കിട്ടും. അങ്ങനെ രണ്ടാമത്തെ കുട്ടിയും അഥവാ പേരക്കുട്ടിയും നല്ല പൈസക്കാരനായി. കാർഷിക വിപ്ലവത്തിന്റെ കാലം കഴിഞ്ഞു. പിന്നെ വന്നത് വ്യാവസായിക വിപ്ലവമാണ്. വ്യാവസായിക വിപ്ലവത്തിന്റെ സമയത്ത് ഡിമാൻഡ് ആർക്കാ? മനുഷ്യനാണ്. കാരണം കണ്ണിന് ചികിത്സിക്കാൻ കണ്ണ് കേന്ദ്ര, തലയെ ചികിത്സിക്കാൻ തല കേന്ദ്ര, മനസ്സ് ചികിത്സിക്കാൻ ഹൃദയം ചികിത്സിക്കാൻ, കാല് ചികിത്സിക്കാൻ, തൊലി ചികിത്സിക്കാൻ, ഹാർട്ട് ചികിത്സിക്കാൻ, അവയവങ്ങളെ ചികിത്സിക്കാൻ വല്ലാത്ത ഡിമാൻഡാണ്. അന്ന് ഞാൻ എൻ്റെ കുട്ടിനെ പിടിച്ചിട്ട് പോയി ഡോക്ടറാക്കി. ഇപ്പൊ മൂന്നാമത്തെ തലമുറയായി. ഇപ്പൊ മക്കൾ ആരാകണം? നിങ്ങളൊക്കെ മക്കൾ ഡോക്ടറോ? എന്നിട്ട് പറയും അപ്പോഴാരെ